തുരങ്കം തുറക്കാൻ പ്രത്യേകിച്ച് ചില എക്സ്പേർട്സ് ഉണ്ട്, പക്ഷേ അല്ലാത്തവരും ചെയ്യുന്നുണ്ട്. ഞാനും കുറച്ച് ചെയ്തതാണ്. ഞാനൊന്ന് ചെയ്തു, സ്വന്തമായിട്ട് ചെയ്തു. ഒരു 75% ഞാൻ ചെയ്തു, ബാക്കി സഹായിച്ചു അനിയനെല്ലാം കൂടിയിട്ട്. അപ്പോൾ അതിൽ വെള്ളം കിട്ടി. അതിൽ കുറച്ച് അത് മാർച്ച് വരെ കിട്ടുന്നു, പിന്നെ ഇങ്ങോട്ടേക്കില്ല. അന്നത്തെ കാലത്ത് വെള്ളം വീട്ടിലേക്ക് ഒന്ന് പമ്പ് ചെയ്യേണ്ട, കിണറാണെങ്കിൽ കോരിയെടുക്കണം പുറത്തേക്ക്, കപ്പിയും ബക്കറ്റെല്ലാം ആയിട്ട്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ തുരങ്കാണെങ്കിൽ അത് ആവശ്യമില്ല. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്വാദിൽ തന്നെ വ്യത്യാസമുണ്ട്. തുരങ്കത്തിലെ വെള്ളത്തിലാണ് നല്ല ടേസ്റ്റ്. പിന്നെ കിണറിലെ വെള്ളത്തിൽ അതിൻ്റെ കുറച്ച് എന്തോ ഒരു കുറവുണ്ട്. തുരങ്കത്തിലെ വെള്ളത്തിനേക്കാളും ചെറിയൊരു വ്യത്യാസം കിണറിലെ വെള്ളത്തിലുണ്ട്. പിന്നെ ബോറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കുടിക്കാൻ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. കാരണം ഇത് ഉപയോഗിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലേ. വേനൽ അവസാനം വരെ ഈ പൈപ്പിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം വരെ കൃഷിക്ക് മതിയാവുന്നില്ല, എന്നാലും കുടിക്കാനുള്ള വെള്ളം മതിയാവുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇത് നമ്മൾ ഭൂമിയുടെ മേൽത്തട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല ശുദ്ധമായ വെള്ളം. വേറെ മാലിന്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. വേറെ മാലിന്യങ്ങളൊന്നുമില്ല. നേരിട്ട് വെള്ളം പൈപ്പിലൂടെ നമുക്ക് നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപകടമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടിടത്ത് ഞാൻ കേട്ടുതന്നെയുണ്ട്. മണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ കളിമണ്ണുണ്ടാകാം. അതിൽ നമ്മൾ ചേടി എന്ന് പറയും, ആ ചേടി ഇങ്ങനെ ഇളകിപ്പോകാം. അങ്ങനെ 1-2 പേര് മരിച്ചെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞമ്പേട്ടനുണ്ട്, APJ അബ്ദുൽ കലാമിന്റെ ഇത് അവാർഡ് വരെ വാങ്ങിയ ആളാണ്. 2 മലയുടെ ഇടുക്കിലാണ് നമ്മൾ ഈ തുരങ്കം ചെയ്യുന്നത്. അല്ലാതെ മലയുടെ കുന്നും മുകളിൽ പോയാലൊന്നും നമുക്ക് വെള്ളം കിട്ടുന്ന സാധ്യതയല്ല. മലയുടെ ഇടുക്കിലേക്ക് കൂടി ചിലര് പിന്നെ അവർക്ക് കണ്ടാൽ മനസ്സിലാവും ആ മണ്ണിന്റെ ഘടന. നമ്മൾ ഇപ്പോൾ പുഴയിൽ ഒഴുകുന്ന വെള്ളം പോലെയാണ് നമുക്ക് തുരങ്കത്തുനിന്ന് കിട്ടുന്ന വെള്ളം. അത്രയും ക്ലിയറാണ്. പുഴയിലില്ലേനേക്കാളും ക്ലിയറാണ് നമ്മുടെ തുരങ്കത്തിലെ വെള്ളം എന്ന് പറഞ്ഞാൽ. ഇലയെല്ലാം വീണാലും നമ്മ അതിനെ അന്നേ കളയും. അവിടെ കെട്ടിക്കിടക്കാൻ വെക്കൂല. കൊതുകുണ്ടാകാനും അതിനൊന്നും വെക്കൂലല്ലോ. നല്ല ക്ലീൻ ആക്കുമല്ലോ. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ അത് നല്ല വെള്ളം വരാൻ പറ്റും. വെള്ളത്തിൻ്റെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇല വീണിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ അതിനെല്ലാം ക്ലീൻ ആക്കിയിട്ട് നല്ല വാങ്ങിൽ വെള്ളം വരാനാക്കും. നമ്മളെ ഈ മലബാർ മേഖലയിൽ, അതായത് കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ. കാസർഗോഡ് കർണാടകത്തിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ടും ഈ തുരങ്കങ്ങൾ ഇപ്പോൾ ഇന്ന് കാണുന്നത്. കൂടുതലും നല്ല മണ്ണിനുള്ളിലൂടെ മീറ്ററുകളോളം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം, കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ആ വെള്ളം നമ്മളെ ശേഖരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, മെഴുകുതിരി ഉപയോഗിച്ച് മാത്രമേ ഇതിനകത്ത് പണിയെടുക്കാവൂ. ലൈറ്റ്, ടോർച്ചല്ലോ, അന്നത്തെ കാലത്ത് ടോർച്ചില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ടോർച്ച് അല്ലെങ്കിൽ വൈദ്യുത വിളക്കെല്ലാം ഉപയോഗിച്ച് പോയിട്ട് ഡേഞ്ചറാണത്. എന്ന് പറഞ്ഞാൽ മെഴുകുതിരി മാത്രം ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ അതിനകത്ത് വായു ഇല്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള വഴിയാണ് മെഴുകുതിരി കൊണ്ടുപോയാൽ കെട്ടുപോകും. നിലവിലിപ്പോൾ ഇതിൻ്റെ തൊഴിലാളികളെല്ലാം കുറവാണ്. ഇപ്പോൾ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്. നമ്മുടെ ബോർവെൽ തന്നെ സൈഡിലോട്ട് തുറക്കുന്ന സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. പുത്തൂര്, കർണാടകയുടെ ദക്ഷിണ കർണാടക പുത്തൂര് മുതൽ കാഞ്ഞങ്ങാട് വരെയാണ് ഈ തുരങ്കങ്ങളുടെ വെള്ളം എടുക്കുന്ന സമ്പ്രദായം ഉള്ളത്.